ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി ഒക്ടോബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് ലീബ്ര സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ മനസ്സിലാവില്ല, റെസൊനേറ്റ് ചെയ്യില്ല. അപ്പോൾ റെസൊനേറ്റ് ചെയ്യണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ചെയ്യാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്കെല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം. കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം വാട്സാപ്പിൽ, അതല്ലാണ്ട് ഇമെയിൽ ചെയ്യാം. അതും അല്ലാണ്ട് നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം, അവിടെ ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കാം. ഇവിടെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറേ ആക്റ്റീവാണ്, അപ്പോൾ അവിടെയും വേണിച്ചാൽ നിങ്ങൾക്ക് മെസ്സേജ് ഇത് എൻക്വയറി ചെയ്യാം. എൻ്റെ ചാനലിലെ മെമ്പർഷിപ്പ് ലിങ്ക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്, അപ്പോൾ അതും ചെക്ക് ചെയ്യുക. മെമ്പർ ആവാൻ നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്ത് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് വരണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്ടോബർ മാസത്തിന് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലീബ്ര, നിങ്ങളുടെ ഇത് ഒക്ടോബർ മാസത്തിൻ്റെ റീഡിംഗ് ആണ്. നമ്മൾക്ക് തുടങ്ങാം. ആദ്യം നമ്മൾക്ക് ഒറക്കിൾ മെസ്സേജസ് എന്താ പറയണമെന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് ഇവിടെ യങ് വുമൻ ആണ്, യങ്കർ വുമൻ. ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് മാൻ ആണ് ഇവിടെ. എനിക്ക് ഇത് വുമനായി തോന്നി. ഓക്കെ, ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് യങ്കർ മാൻ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു യങ്കർ മാൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ ഡീലിംഗ് ആയിരിക്കാം, ഇല്ലാച്ച ഒരു പേഴ്സണൽ ഡീലിംഗ് ആയിരിക്കാം ഈ മാസം വരുന്നുണ്ടാവുക. ടൈഗറിന് വന്നിട്ടുണ്ട്. ഡൂയിങ് സംതിങ് റിസ്കി, ടേക്കിംഗ് എ ചാൻസ്. അപ്പോൾ ഈ മാസം നിങ്ങൾ എന്തോ ഒരു റിസ്ക് എടുക്കാൻ പോകുന്നുണ്ട്, ഒരു ചാൻസ് എടുക്കാൻ പോകുന്നുണ്ട്. ആൻഡ് മൂന്നാമത്തെ കാർഡ് ഇവിടെ ഡോഗ്സ്, ഗെറ്റിംഗ് ടുഗെദർ വിത്ത് ഫ്രണ്ട്സ്. അപ്പോൾ ഈ മാസം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കുറേ കണക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ടാരോ കാർഡ്സ് നോക്കാം, എന്താ മെസ്സേജസ് ടാരോയിൽ വരണമെന്ന്. അപ്പോൾ ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഓവറോൾ എനർജി എന്താണ്? ലീബ്രയുടെ ഓവറോൾ എനർജി പേജ് സോഡ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റ് എനർജി എന്താണ്? ലീബ്ര പാസ്റ്റ് എനർജിയിൽ നിങ്ങൾക്ക് 4 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ കറണ്ട് എനർജിയിൽ വീൽ ഓഫ് ഫോർച്യൂൺ. ഫ്യൂച്ചർ എനർജിയിൽ 7 ഓഫ് കപ്സ്. ചാലഞ്ച് ആയിട്ട് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏസ് ഓഫ് കപ്സ്. സർപ്രൈസ് ഫാക്ടറായിട്ട് പേജ് ഓഫ് വോൺസ്. ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാർഡാണ്. അപ്പോൾ ലീബ്ര പേജ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓക്കെ, അപ്പോൾ ഓവറോൾ എനർജിയിൽ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് ഈ മാസം. ഇത് ഓൺലൈൻ ഇൻഫർമേഷൻ ആയിരിക്കാം. ഏതോ ഒരു പേഴ്സണിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഓൺലൈൻ പോകുമ്പോൾ അവരെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവും. അതല്ലച്ച ഇത് എന്തോ ഒരു പേഴ്സൺ, നിങ്ങൾ വേറൊരു പേഴ്സൺ, ഒരു ഫ്രണ്ടോ ഇല്ലച്ച ഒരു കോമൺ ആയിട്ട് ആരെങ്കിലും അറിയണ ആൾ നിങ്ങൾക്ക് വന്ന് എന്തോ ഒരു ഗോസിപ്പ് തരണോ ഇല്ലച്ച ഒരു ഇൻഫർമേഷൻ തരണോ, അങ്ങനത്തെ എനർജിയും ആവാം. പേജ് സോഡ്സ് ഓൺലൈൻ കോഴ്സിൻ്റെ എനർജി ആവാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ മാസം ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട്, സ്കിൽ അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ട്. ഇതൊരു പുതിയ ജോലിയുടെ എനർജിയും ആവാം. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു പുതിയ ജോലി ജോയിൻ ചെയ്യുമ്പോൾ ഇതൊരു ഇൻറ്റേൺഷിപ്പിൻ്റെ എനർജി ആവാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പേജ് സോഡ്സിന് നമ്മൾക്ക് നോക്കാം. ഹൈറോഫാണ്ട്. അപ്പോൾ ഹൈറോഫാണ്ട് നിങ്ങൾ ഏതോ ഒരു പേഴ്സണെ കുറിച്ച് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇത് ഒരു മാരേജിൻ്റെ എനർജിയും കൂടിയുമാണ്. അപ്പോൾ നിങ്ങൾ മാരീഡ് ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ എന്താ ചെയ്യണേന്ന് എന്തോ ഒരു സംശയം ഉണ്ടാവും. ഇവിടെ ക്വീൻ ഓഫ് വോൺസ് ഒരു വേറെ പേഴ്സൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്, ഒരു ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇപ്പോൾ ഇത് നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി അല്ല വെച്ചാൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരോ
ആരുടെയോ എനർജി ആയിരിക്കാം, അതല്ല വെച്ചാൽ ഇതൊരു മാരീഡ് പേഴ്സൻ്റെ എനർജി ആവാം. അപ്പോൾ നിങ്ങൾക്ക് അറിയണ ഏതോ പേഴ്സൺ, ഒരു മാരീഡ് പേഴ്സണെ കുറിച്ചായിരിക്കും നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടാവുക. ഇവിടെ ഡെഫിനറ്റ്ലി എന്തോ നടക്കുന്നുണ്ട്. ഓക്കെ, എന്തോ നിങ്ങൾക്കൊരു സംശയമുണ്ട്, ഇത് ഈ പേഴ്സൻ്റെ ലൈഫിൽ എന്തോ നടക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാക്കണം എന്താ നടക്കണമെന്ന്. അപ്പോൾ ആ ഇൻഫർമേഷൻ നിങ്ങൾ ഓൺലൈൻ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് അതിൽ നിങ്ങൾക്ക് എന്തോ മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടണ എനർജി ഉണ്ട്. അപ്പോൾ 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. 4 ഓഫ് പെൻറ്റിക്കിൾസ് ഞാൻ കാണുന്നത് ഒരു റിസർവ്ഡ് ആയ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾ അത്ര ഈ പേഴ്സൻ്റെ കൂടെ മുമ്പത്തെ മാതിരി ഒരു കണക്ഷൻ ഇല്ല. 8 ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ ജോലിയിൽ കുറേ ബിസി ആയിരിക്കും, പക്ഷെ എന്തോ ചാലഞ്ചസ് നടക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് മണി ചാലഞ്ചസ് ആയിരിക്കാം, ഫിനാൻഷ്യലി നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും. ജോലി കുറേ ഉണ്ട്, പക്ഷേ ഇൻകം അത്രയില്ല, അതിൻ്റെ ചാലഞ്ച് ആവാം. അതല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു റിലേഷൻഷിപ്പിൽ മുമ്പേ മാതിരി ഒരു കണക്ഷൻ ഇല്ല, എന്തോ ചാലഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എനർജീനെ വിഡ്രോ ചെയ്തിരിക്കണു. ആൻഡ് ആ ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ നിങ്ങൾ കുറേ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യാൻ നോക്കണു. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നിങ്ങളുടെ കറണ്ട് എനർജിയിൽ. അപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു ചേഞ്ചാണ് വരണത്, ഒരു ഗുഡ് ലക്കിൻ്റെ എനർജിയുമാണ് വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ ഈ മാസം മേ ബി നിങ്ങളുടെ ഫോർച്യൂൺ ചേഞ്ച് ആവാൻ പോകുന്നുണ്ട്. നിങ്ങൾ മുമ്പോട്ടേക്ക് പോകണു, കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, കുറേ ഹാർഡ് വർക്ക് ഉണ്ട്, പക്ഷേ കാര്യങ്ങൾ വേഗം മുമ്പോട്ട് പോകും. പറഞ്ഞാൽ മുമ്പത്തെ മാതിരി ഒരു സ്ലോ മൂവിങ് എനർജി ആയിരിക്കില്ല, ഡിലേസ് ഇല്ല, ബ്ലോക്സ് ഇല്ല. ഈ മാസം കുറേ കൂടിയും ഒരു നല്ല എനർജിയാണ് കാണുന്നത്. വേഗം കാര്യങ്ങൾ മുമ്പോട്ട് പോണ എനർജി കാണുന്നുണ്ട്. ട്രാവൽഡ് എനർജിയും ഉണ്ട്. അപ്പോൾ ഈ മാസം കുറേ ട്രാവൽഡ് ചാൻസും ഉണ്ട്. 7 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. അപ്പോൾ 7 ഓഫ് കപ്സ് ഒരു കൺഫ്യൂഷൻ്റെ എനർജിയാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, ചോയ്സസ് ഉണ്ട്, പക്ഷെ എന്താ വേണ്ടതെന്ന് അറിയില്ല. എസ്പെഷ്യലി റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ കുറേ ആൾക്കാർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഇവിടെ എന്താ വേണ്ടേ, ഏത് ടൈപ്പ് ഓഫ് പേഴ്സണാണ് നിങ്ങൾക്ക് ഇഷ്ടമാവുക, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പാർട്ട്ണറാണ് നിങ്ങൾക്ക് വേണ്ടത്, അതൊക്കെ കുറേ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ. 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. ഓക്കെ, അപ്പോൾ ഈ മാസം ഒരു ഇംബാലൻസ് ഞാൻ കാണുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കുറേ എഫേർട്ട് ഇടണു, പക്ഷേ അതിൽ നിങ്ങൾക്ക് മറ്റേ സൈഡിൽ നിന്ന് പറഞ്ഞാൽ മറ്റേ പേഴ്സൻ്റെ അടുത്ത് നിന്ന് അത്ര എഫേർട്ടില്ല, വേറെ ആൾക്കാർ ഇവിടെ ഇൻറ്റർഫിയർ ചെയ്യണ എനർജിയും കാണാണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണു. ഈ പേഴ്സൺ ഇല്ല വെച്ചാൽ ഈ സിറ്റുവേഷനിൽ കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുമോ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇതൊരു മാരേജിൽ തന്നെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലവ് റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നില്ല, ഫാമിലി മാറ്റേഴ്സിലും ചിലവർ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസിലൊക്കെ ഇൻറ്റർഫിയർ ചെയ്യണ എനർജി കാണാണ്ട്. അപ്പോൾ ഏസ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ നിങ്ങളുടെ അഡ്വൈസ് ആയിട്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോടൊരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് പറയണത്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഉണ്ട് വെച്ചാൽ നിങ്ങളോട് യൂണിവേഴ്സ് അതിനെ ലെറ്റ് ഗോ ചെയ്ത ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാനാണ് പറയുന്നത്. ഇവിടെ ഞാനൊരു റൊമാൻറ്റിക് എനർജി കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ പാസ്റ്റിൻ്റെ ബാഗേജൊക്കെ ഇപ്പോൾ ഇഷ്യൂസൊക്കെ തീരാൻ പോകുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ ഒരു എൻഡ് വരാൻ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. പേജ് ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ ഹിഡൻ ഫാക്ടറിൽ ഞാൻ കാണുന്നത് ഏതോ ഒരു പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട് ഈ മാസം. ഇതൊരു പുതിയ പേഴ്സൺ ആയിരിക്കും. ആൻഡ് ഈ പേഴ്സൺ പുറമേന്നായിരിക്കും, എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ഥലത്തുനിന്നല്ല പറഞ്ഞാൽ അവർ വേറെ ഒരു സിറ്റിയിൽ നിന്ന് വരണ പേഴ്സൺ ആവാം, ഇല്ല വേറെ ഒരു കൺട്രിയിൽ നിന്ന് വരണ പേഴ്സൺ ആവാം. 9 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ പോണത് സ്റ്റെബിലിറ്റിയിലേക്കാണ്. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു സ്റ്റേബിലിറ്റിയിലേക്കാണ് പോണത്. എസ്പെഷ്യലി കരിയറിൽ ഞാൻ കുറേ സക്സസ് കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഡെവിലാണ് ഔട്ട്കം. അപ്പോൾ ഇവിടെ ടോക്സിസിറ്റി കാണാണ്ട്, കുറേ എന്തോ ഒരു ടോക്സിക് എനർജി ഉണ്ട് ഇവിടെ. മൂൺ, ചില ഹിഡൻ ഫാക്ടേഴ്സ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. അതാണ് നിങ്ങളെ ഇത്രയും സ്റ്റക്കായി വെക്കണത്. നിങ്ങൾക്ക് ഒന്നും മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചിലവർ നിങ്ങളുടെ അഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണു. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്താ വെച്ചാൽ ഇവരൊക്കെ ഹിഡൻ ആൾക്കാരാണ്, എന്ന് വെച്ചാൽ അവർ സീക്രറ്റ്ലി ആണ് ഇതൊക്കെ ചെയ്യണത്, നിങ്ങളുടെ അഗൻസ്റ്റ് ആയിട്ട് എന്തോ വർക്ക് ചെയ്യണു. ഓക്കെ, അപ്പോൾ ചില ഫാക്ടേഴ്സ്, ചില കാര്യങ്ങൾ നിങ്ങളുടെ അഗൻസ്റ്റായി പോകണത് എന്താ വെച്ചാൽ വേറെ ആൾക്കാർ
ഇതിൽ എന്തോ ഒരു തടസ്സം കൊണ്ടുവരുന്നുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് അറിയില്ല ഇവർ ആരാണെന്ന്, പക്ഷേ ഇതൊക്കെ റിവീൽ ആവും. ഓക്കെ, ഇവിടെ ടെമ്പറൻസ് ബാലൻസ്ഡ് എനർജിയാണ്. യൂണിവേഴ്സ് പറയേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നുണ്ട്. ഏതോ ഒരു പാസ്റ്റ് പേഴ്സണും നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലീബ്ര. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.